Hello കൂട്ടുകാരെ, PYQ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ. In the given figure, PA and PB are two tangents drawn from an external point P to a circle with center C and radius 4 cm. If PA is perpendicular to PB, then the length of each tangent is. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് നോക്കാം. AP and PB ആർ ടാൻജൻസ്. രണ്ടും ഒരേ പോയിന്റിൽ നിന്ന് വന്നിട്ടുള്ള ടാൻജൻസ് ആണ്. രണ്ടും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ റേഡിയസ് CA and CB 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. PA is perpendicular to PB. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ വെച്ച് ടാൻജന്റിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. PA is perpendicular to PB given. Therefore, angle APB equals to 90 degree. CA and CB are radii of the circle. അപ്പോൾ അത് ടാൻജന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ CAP equals to angle CBP equals to 90 degree. Tangent to circle is perpendicular to radius. So in quadrilateral APBC, angle APB plus angle CAP plus angle CBP plus angle ACB equals to 360 degree. നമുക്കറിയാവുന്ന ആംഗിൾസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗിൾ ABP is 90 degree. Plus angle CAP and angle CBP are 90 degree plus angle ACB equals to 360 degree. 90 plus 90 plus 90 is 270 degree plus angle ACB equals to 360 degree. Angle ACB equals to 360 minus 270 equals to 90 degree. So each angle of quadrilateral APBC is 90 degree. PA equals to PB. Tangents drawn from an external point. CA equals to CB. Radii of the circle. Therefore, APCB is a square. ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വാഡ്രിലേറ്ററൽ ഒരു സ്ക്വയർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സ്ക്വയർ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. റേഡിയസ് 4 സെന്റിമീറ്റർ ആയിട്ട് ഈ സൈഡും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡുകളും 4 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. സോ AP ഈക്വൽസ് ടു BP ഈക്വൽസ് ടു BC equals to CA equals to 4 centimeter. Option B is the right answer. മനസ്സിലായല്ലോ? PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.